ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു. പ്രധാന വാർത്തകൾ. കൊച്ചി മംഗലൂരു പ്രകൃതിവാതക പദ്ധതി സംസ്ഥാനത്തെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 12 ലക്ഷം തൊഴിലവസരം സൃഷ്ടിക്കുന്ന സ്വപ്ന പദ്ധതി പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. പക്ഷിപ്പനി സ്ഥിരീകരിച്ച ആലപ്പുഴ, കോട്ടയം ജില്ലകളിലെ മുഴുവൻ വളർത്തുപക്ഷികളെയും കൊന്നൊടുക്കാൻ തീരുമാനം. ബ്രിട്ടനിൽ നിന്ന് സംസ്ഥാനത്തെത്തിയ 6 പേർക്ക് കൊറോണയുടെ ജനിതക വകഭേദം സ്ഥിരീകരിച്ചതായി ആരോഗ്യവകുപ്പ്. സംസ്ഥാനത്ത് ഇന്നലെ 3201 പേർക്ക് കൂടി കോവിഡ്. ISL ഫുട്ബോളിൽ ഇന്ന് ബംഗളൂരു മുംബൈ FC മത്സരം. വാർത്തകൾ വിശദമായി. ഊർജ്ജ ലഭ്യതയിൽ സ്വയം പര്യാപ്തതയ്ക്കുള്ള പ്രയാണത്തിലെ നാഴികക്കല്ലാണ് കൊച്ചി മംഗലൂരു പ്രകൃതിവാതക പൈപ്പ് ലൈൻ പദ്ധതിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിലെയും കർണാടകത്തിലെയും ജനങ്ങളുടെ ജീവിത നിലവാരം ഗണ്യമായി ഉയർത്താൻ പദ്ധതി സഹായിക്കും. 980 കോടി രൂപയുടെ നികുതി വരുമാനമാണ് ലക്ഷ്യമിടുന്നത്. 12 ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനാവുമെന്നാണ് പ്രതീക്ഷ. സാധാരണക്കാർക്ക് ചെലവ് കുറഞ്ഞ ഇന്ധനം ലഭ്യമാക്കുന്നതിനു പുറമെ ദ്രവീകൃത പ്രകൃതിവാതകത്തിന്റെ ലഭ്യത വ്യാപകമാക്കാൻ പദ്ധതി വഴി കഴിയുമെന്നും പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞു. ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പ്രകൃതിവാതക പദ്ധതി വിദൂര ദൃശ്യ സംവിധാനത്തിലൂടെ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. पाइपलाइन दोनों राज्यों में लाखों लोगों के लिए ईज ऑफ लिविंग बढ़ाएगी. ये पाइपलाइन दोनों ही राज्यों के गरीब, मध्यम वर्ग और उद्यमियों का खर्च कम करेगी. ये पाइपलाइन अनेक शहरों में सिटी गैस डिस्ट्रीब्यूशन सिस्टम उसका एक माध्यम बनेगी. കൊച്ചി മുതൽ മംഗലൂരു വരെ 450 കിലോമീറ്ററിലാണ് പ്രകൃതിവാതക വിതരണം. വ്യവസായശാലകൾക്ക് പുറമെ എറണാകുളം മുതൽ വടക്കോട്ടുള്ള 7 ജില്ലകളിൽ വാഹന ഗാർഹിക വാതക വിതരണത്തിനുള്ള സാധ്യതയ്ക്ക് കൂടിയാണ് ഇതോടെ വഴി തുറക്കുന്നത്. ഉദ്ഘാടന ചടങ്ങിൽ പ്രധാനമന്ത്രിക്ക് പുറമെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, മുഖ്യമന്ത്രി പിണറായി വിജയൻ, കർണാടക ഗവർണർ വാജുഭായ് വാല, മുഖ്യമന്ത്രി VS യെദ്യൂരപ്പ, പെട്രോളിയം മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ തുടങ്ങിയവർ സംബന്ധിച്ചു. പദ്ധതി കേരളത്തിന് മുതൽക്കൂട്ടാകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. കോഴിക്കോട് ജില്ലയിൽ ജില്ലാ അതിർത്തിയായ കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിലെ എരിഞ്ഞിമാവ് മുതൽ ചെക്യാട് ഗ്രാമപഞ്ചായത്തിലെ ഉമ്മത്തൂർ വരെ ഗെയിൽ പൈപ്പ് ലൈൻ പ്രവർത്തന സജ്ജമായി. സുരക്ഷാ പരിശോധനയ്ക്കും സിറ്റി ഗ്യാസ് കണക്ഷനുമായി ഉണ്ണിക്കുളം ഗ്രാമപഞ്ചായത്തിൽ പ്രത്യേക സ്റ്റേഷൻ സ്ഥാപിച്ചിട്ടുണ്ട്. ഇവിടെ നിന്നും സിറ്റി ഗ്യാസ് പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്ന നടപടികളും തുടങ്ങി. ഓമശ്ശേരി, കോട്ടൂർ, ആയഞ്ചേരി ഗ്രാമപഞ്ചായത്തുകളിലും ഗെയിൽ ഭാഗമായി പ്രത്യേക സംവിധാനങ്ങളുണ്ട്. ഗെയിൽ പദ്ധതി കമ്മീഷൻ ചെയ്തതോടെ വീടുകളിലും വ്യവസായ വാണിജ്യ സ്ഥാപനങ്ങളിലും ഇന്ധനം എത്തിക്കുന്നതിനുള്ള നടപടികൾ കണ്ണൂർ ജില്ലയിൽ ആരംഭിച്ചു. ഗെയിലിന്റെ കൂടാളിയിലെ സേഫ്റ്റി വാൽവ് കേന്ദ്രത്തിൽ നിന്ന് പ്രത്യേകം പൈപ്പുകൾ സ്ഥാപിച്ചായിരിക്കും വിതരണം. കുട്ടനാട് നിന്ന് വാളയാർ വരെ 94 കിലോമീറ്റർ ദൂരത്തിലാണ് പാലക്കാട് ജില്ലയിലൂടെയുള്ള ഗെയിൽ പൈപ്പ് ലൈൻ സ്ഥാപിച്ചിരിക്കുന്നത്. വാണിയംകുളം, ലക്കിടി, പേരൂർ, മുണ്ടൂർ, മലമ്പുഴ എന്നിവിടങ്ങളിലാണ് സബ്സ്റ്റേഷനുകൾ. വാളയാറിലെ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ കേന്ദ്രത്തിൽ നിന്നാണ് പാലക്കാട് നഗരത്തിലേക്കുള്ള പാചകവാതക വിതരണ പൈപ്പ് ലൈനുകൾ സ്ഥാപിക്കുക. ആലപ്പുഴ ജില്ലയിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചതിനെ തുടർന്ന് രോഗം കണ്ടെത്തിയ 1 കിലോമീറ്റർ ചുറ്റളവിലെ മുഴുവൻ വളർത്തുപക്ഷികളെയും നശിപ്പിക്കാൻ ജില്ലാ ഭരണകൂടം തീരുമാനിച്ചു. വിശദാംശങ്ങളുമായി ജില്ലാ പ്രതിനിധി R. രവികുമാർ. ഇന്ന് ആരംഭിച്ച നശീകരണം 3 ദിവസം കൊണ്ട് പൂർത്തിയാക്കും. 34,602 പക്ഷികളെ നശിപ്പിക്കേണ്ടി വരുമെന്നാണ് ഔദ്യോഗിക കണക്ക്. പക്ഷികളെ കൊല്ലുന്നതിന് നേതൃത്വം നൽകാൻ 18 അംഗ ദ്രുത പ്രതികരണ സംഘമാണ് രംഗത്തുള്ളത്. ഒരു വെറ്ററിനറി ഡോക്ടർ ഉൾപ്പെടെ 10 പേർ സംഘത്തിലുണ്ട്. നെടുപടി, തകഴി, പള്ളിപ്പാട്, കരുവാറ്റ എന്നിവിടങ്ങളാണ് പക്ഷികളെ നശിപ്പിക്കുന്ന ജോലി ആരംഭിച്ചിട്ടുള്ളത്. പക്ഷിപ്പനി ഉണ്ടായ പ്രദേശത്ത് മനുഷ്യർക്ക് പനിയോ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളോ ഉണ്ടോ എന്ന് കണ്ടെത്താൻ ആരോഗ്യവകുപ്പ് സർവേയും തുടങ്ങി. ഡിസംബർ 3-ാം വാരം കുട്ടനാട്ടിൽ താറാവുകൾ കൂട്ടത്തോടെ ചാകുന്നത് ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് ഭോപ്പാലിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹൈ സെക്യൂരിറ്റി ആനിമൽ ഡിസീസിലേക്കാണ് പരിശോധനയ്ക്ക് സാമ്പിളുകൾ അയച്ചത്. അവിടെ നിന്നാണ് പക്ഷിപ്പനി സ്ഥിരീകരിച്ചത്. ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട്, കാർത്തികപ്പള്ളി താലൂക്കുകളിൽ താറാവ്, കോഴി, കാട തുടങ്ങിയ പക്ഷികളുടെ ഇറച്ചി, മുട്ട, കാഷ്ടം എന്നിവയുടെ ഉപയോഗവും വിപണനവും ജില്ലാ കളക്ടർ നിരോധിച്ചു. ജില്ലയിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ച സാഹചര്യത്തിലാണ് നടപടി. കോട്ടയം ജില്ലയിലെ നീണ്ടൂരിൽ പക്ഷിപ്പനി ബാധിച്ച ഫാമിലെ താറാവുകളെ ഇന്ന് കൂട്ടത്തോടെ കൊന്നൊടുക്കും. നീണ്ടൂർ പഞ്ചായത്തിലെ കൈപ്പുഴയിൽ താൽക്കാലിക ഫാമിലെ 2000-ലേറെ താറാവുകൾ ചത്തത് പക്ഷിപ്പനി മൂലമാണെന്ന് ഭോപ്പാലിലെ ട്രോപ്പിക്കൽ ലാബിൽ നടത്തിയ പരിശോധനയിൽ തെളിഞ്ഞിരുന്നു. ഇതേ തുടർന്ന് 8000-ഓളം താറാവുകളുള്ള ഫാമിലെ അവശേഷിക്കുന്ന താറാവുകളെ കൊന്നൊടുക്കാൻ ജില്ലാ കളക്ടറുടെ തീരുമാനം.
ആലപ്പുഴയിലും കോട്ടയത്തും പക്ഷിപ്പനി സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ വിവിധ വകുപ്പുകളുടെ ഏകോപനത്തിലൂടെ പ്രതിരോധ നടപടികൾ ശക്തമാക്കണമെന്ന് കൊല്ലം ജില്ലാ കളക്ടർ ബി അബ്ദുൾ നാസർ അറിയിച്ചു. പക്ഷികളിൽ നിന്ന് പക്ഷികളിലേക്കും മനുഷ്യരിലേക്കും പകരാൻ സാധ്യതയുള്ളതിനാൽ പ്രതിരോധവും ശുചിത്വവും കർശനമായി പാലിക്കണം. മൃഗസംരക്ഷണം, ആരോഗ്യ വകുപ്പുകൾ ഇക്കാര്യത്തിൽ ജാഗ്രതയോടെ പ്രവർത്തിക്കണമെന്ന് ജില്ലാ കളക്ടർ നിർദ്ദേശിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ബ്രിട്ടനിൽ നിന്ന് വന്ന 6 പേർക്ക് സാർസ് കോവിഡ്-2 വൈറസിന്റെ ജനിതക വകഭേദം സ്ഥിരീകരിച്ചതായി മന്ത്രി കെ ശൈലജ അറിയിച്ചു. കോഴിക്കോടും ആലപ്പുഴയും 2 വീതവും കോട്ടയം, കണ്ണൂർ ജില്ലകളിൽ ഓരോരുത്തർക്ക് വീതവുമാണ് വൈറസ് ബാധ കണ്ടെത്തിയത്. ചികിത്സയിലുള്ള ഇവരുമായി നേരത്തെ സമ്പർക്കമുള്ളവർ ആരോഗ്യവകുപ്പിന്റെ നിരീക്ഷണത്തിലാണ്. ആശങ്കപ്പെടേണ്ട കാര്യമില്ലെങ്കിലും ജാഗ്രത അത്യാവശ്യമാണെന്നും മന്ത്രി വ്യക്തമാക്കി. യുകെയിൽ നിന്ന് വന്ന 39 പേർക്കാണ് ഇതുവരെ കോവിഡ്-19 സ്ഥിരീകരിച്ചത്. സംസ്ഥാനത്ത് ഇപ്പോൾ 63,135 പേരാണ് ചികിത്സയിലുള്ളത്. ഇന്നലെ 3,021 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചപ്പോൾ 5,145 പേർ രോഗമുക്തരായി. കോവിഡ് രോഗവ്യാപനം തടയുന്നതിനായി സമൂഹത്തിൽ രോഗസാധ്യത കൂടുതലുള്ള വിഭാഗങ്ങൾക്ക് ഊന്നൽ നൽകിക്കൊണ്ടുള്ള 2ാം ഘട്ട പരിശോധന കൊല്ലം ജില്ലയിൽ ഊർജിതമാക്കി. ഇതിനായി ഇന്നും നാളെയും റെയിൽവേ സ്റ്റേഷൻ, കശുവണ്ടി ഫാക്ടറികൾ, ആരോഗ്യ കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ പ്രത്യേക പരിശോധനാ ക്യാമ്പുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ജനിതക മാറ്റം വന്ന കൊറോണ വൈറസ് കേരളത്തിൽ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ സ്വയം പ്രതിരോധത്തിന് കോവിഡ് വാക്സിന്റെ പ്രസക്തി ഏറുകയാണ്. ഇതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് KGMOA സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ജോസഫ് ചാക്കോ ആകാശവാണി വാർത്തകളോട്. കേരളത്തിലും ജനിതകമാറ്റം വന്ന വൈറസിന്റെ സാന്നിധ്യം കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതിന്റെ പറ്റിയുള്ള പഠനങ്ങളൊക്കെ ധാരാളം നടത്തിയിട്ടുണ്ട്. വിദേശ രാജ്യങ്ങളിൽ, അമേരിക്കയിലായാലും ഇംഗ്ലണ്ടിലായാലും ഗൾഫ് രാജ്യങ്ങളായാലും ഈ വാക്സിനേഷൻ നടന്നു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ഈ വാക്സിൻ വരുമ്പോൾ എല്ലാവരും അത് എടുക്കണം. വാക്സിനെതിരായുള്ള പ്രചരണങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും വാക്സിൻ എടുക്കുന്നത് തന്നെയാണ് ഏറ്റവും സുരക്ഷിതമായ കാര്യം. സുരക്ഷിതമായി ജീവിക്കാൻ വേണ്ടിയിട്ട്, സുരക്ഷിതമായി ജോലി ചെയ്യാൻ വേണ്ടിയിട്ട്, സുരക്ഷിതമായിട്ട് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നിർബന്ധമായിട്ടും ഈ അതിനുള്ള വാക്സിനേഷൻ കൊടുക്കാനുള്ള എല്ലാ സംവിധാനം ആരോഗ്യവകുപ്പിന്റെ കീഴിലുണ്ട്. എല്ലാവരും ആശങ്കകളില്ലാതെ, സംശയങ്ങളില്ലാതെ ഈ വാക്സിൻ എടുത്ത് സ്വയം പ്രതിരോധ ശക്തി നേടുവാൻ വേണ്ടി തയ്യാറാകണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. സ്പീക്കർ പി ശ്രീരാമകൃഷ്ണന്റെ അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറി കെ അയ്യപ്പൻ ഇന്ന് കസ്റ്റംസിന്റെ ചോദ്യം ചെയ്യലിന് ഹാജരായില്ല. നോട്ടീസ് തനിക്ക് ലഭിച്ചിട്ടില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. വിദേശത്തേക്ക് അനധികൃതമായി ഡോളർ കടത്തിയ കേസിലാണ് കസ്റ്റംസ് നടപടി. ചോദ്യം ചെയ്യലിനായി ഇന്ന് രാവിലെ 10-ന് ഹാജരാകണമെന്നാണ് കെ അയ്യപ്പനോട് ആവശ്യപ്പെട്ടിരുന്നത്. വടക്കാഞ്ചേരി ലൈഫ് മിഷൻ ഫ്ളാറ്റിൽ വിജിലൻസിന്റെ സ്ഥലപരിശോധന തുടങ്ങി. തിരുവനന്തപുരത്ത് നിന്നുള്ള വിജിലൻസ് സംഘമാണ് പരിശോധിക്കുന്നത്. പൊതുമരാമത്ത് വകുപ്പ് ക്വാളിറ്റി കൺട്രോൾ വിഭാഗം ഉദ്യോഗസ്ഥർ പരിശോധനാ സംഘത്തിലുണ്ട്. കൊച്ചി ധനുഷ്കോടി ദേശീയപാത 85-ൽ മൂന്നാർ മുതൽ ബോഡിമെട്ട് വരെയുള്ള 42 കിലോമീറ്റർ ഭാഗത്തെ ടാറിംഗ് ജോലികൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തിയാക്കാൻ ദേശീയപാത വിഭാഗം നടപടികൾ ആരംഭിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ഇടുക്കി പ്രതിനിധി ആന്റണി മുനിയറ. 2018 പ്രളയവും 2019 മഴക്കെടുതികളും 2020 ജൂൺ 17-നും ഓഗസ്റ്റ് 6-നും ദേവികുളം ഗ്യാപ് റോഡിലുണ്ടായ മലയിടിച്ചിലും മൂലം നിർമ്മാണ പ്രവർത്തനങ്ങൾ 16 മാസത്തോളം വൈകിയിരുന്നു. കഴിഞ്ഞ വർഷം കോവിഡ് പ്രതികൂലാവസ്ഥകളും നിർമ്മാണ പ്രവർത്തനങ്ങളെ ബാധിച്ചു. 2017 നവംബറിലാണ് ദേശീയപാത നിർമ്മാണം ഉദ്ഘാടനം ചെയ്തത്. 2019 ഓഗസ്റ്റിൽ പണി പൂർത്തിയാക്കാനായിരുന്നു കരാർ. പല കാരണങ്ങളാൽ നിർമ്മാണം തടസ്സപ്പെട്ടതിനാൽ നിർമ്മാണ കാലാവധി 3 തവണയെങ്കിലും നീട്ടി നൽകി. ഡിസംബറിൽ വീണ്ടും 6 മാസത്തേക്ക് നിർമ്മാണം പൂർത്തിയാക്കാനുള്ള കാലാവധി നീട്ടി നൽകിയിട്ടുണ്ട്. എങ്കിലും മാർച്ച് അവസാനത്തോടെ റോഡ് ഗതാഗതത്തിനായി തുറന്നു നൽകാൻ കഴിയുമെന്നാണ് ദേശീയപാത വിഭാഗത്തിന്റെ വിലയിരുത്തൽ. ISL ഫുട്ബോളിൽ ഇന്ന് ബംഗളൂരു മുംബൈ FCയെ നേരിടും. ഗോവയിൽ രാത്രി 7:30-നാണ് മത്സരം. ഇന്നലത്തെ മത്സരത്തിൽ ചെന്നൈയിൻ FCയെ ഹൈദരാബാദ് 1-നെതിരെ 4 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി. ഇതോടെ ഹൈദരാബാദ് ലീഗ് മത്സരങ്ങളിൽ 6-ാം സ്ഥാനത്തും ചെന്നൈയിൻ 8-ാം സ്ഥാനത്തുമാണ്. കണ്ണൂർ നഗരത്തിന്റെ ആദ്യ പോലീസ് കമ്മീഷണറായി R. ഇളങ്കോ ചുമതലയേറ്റു. സ്ഥാനമൊഴിയുന്ന ജില്ലാ മേധാവി യതീഷ് ചന്ദ്രയിൽ നിന്നാണ് ഇളങ്കോ ചുമതലയേറ്റത്. കമ്മീഷണറേറ്റ് ജില്ലാ പോലീസ് ആസ്ഥാനത്ത് പ്രവർത്തിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. കൊച്ചി മംഗളൂരു പ്രകൃതിവാതക പദ്ധതി സംസ്ഥാനത്തെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 12 ലക്ഷം തൊഴിലവസരം സൃഷ്ടിക്കുന്ന സ്വപ്ന പദ്ധതി പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. പക്ഷിപ്പനി സ്ഥിരീകരിച്ച ആലപ്പുഴ, കോട്ടയം ജില്ലകളിലെ മുഴുവൻ വളർത്തുപക്ഷികളെയും കൊന്നൊടുക്കാൻ തീരുമാനം. ബ്രിട്ടനിൽ നിന്ന് സംസ്ഥാനത്തെത്തിയ 6 പേർക്ക് കൊറോണയുടെ ജനിതക വകഭേദം സ്ഥിരീകരിച്ചതായി ആരോഗ്യവകുപ്പ്. സംസ്ഥാനത്ത് ഇന്നലെ 3,201 പേർക്ക് കൂടി കോവിഡ്. ISL ഫുട്ബോളിൽ ഇന്ന് ബംഗളൂരു മുംബൈ FC മത്സരം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്.
കൂടുതൽ വാർത്തകൾക്കായി @All India Radio News തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AR_News_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.